ഇന്ന് നടന്നതെല്ലാം ഒരു മാറ്റത്തിന് വേണ്ടിയായിരുന്നു അല്ലേ നന്ദ? മീര, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. വേണ്ട, എനിക്കറിയാം നന്ദൻ എന്താണ് പറയാനുള്ളതെന്നും എന്താണ് ചോദിക്കാനുള്ളതെന്നും. എന്താണ് എന്റെ ഈ മാറ്റത്തിന് കാരണമെന്നല്ലേ നീ ചിന്തിക്കുന്നേ? ഗിരീഷ് മാഷ് എന്നോട് സംസാരിച്ചപ്പോഴാ ഞാൻ എന്തായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് എന്റെ തെറ്റുകൾ മനസ്സിലായത്. അതല്ല മീര. അതല്ലെന്നല്ല നന്ദ, നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അത് നമ്മൾ കാണാതെ പോവും. അവരോട് ദേഷ്യം കാണിക്കും, വഴക്കുണ്ടാക്കും. അതൊക്കെ തെറ്റാണെന്ന് എനിക്കിപ്പം മനസ്സിലായി. ഞാൻ നന്ദനോടും ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, എനിക്കറിയാം. ആദ്യം തന്നെ ഞാൻ ഇതിന് ക്ഷമ ചോദിക്കാം. ഇനി സ്നേഹത്തിന്റെ ഭാഷയിൽ മാത്രം സംസാരിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം. അതാ എന്റെ ആഗ്രഹം. കോപവും ശത്രുതയും മനസ്സിൽ നിന്ന് പറിച്ചെറിഞ്ഞ് ശാന്തതയിലൂടെ നമുക്ക് മുന്നോട്ട് പോണം. നന്ദനാകെ വണ്ടറടിച്ച് ആരടങ്ങി നിൽക്കുകയാണല്ലേ? എനിക്ക് വട്ടായി തന്നെ തീർച്ചപ്പെടുത്തി കാണും. അല്ലാതെ പിന്നെ ദേവികയോട് ഇത്രയും ഇഷ്ടം കാണിക്കില്ലല്ലോ അല്ലേ? എനിക്ക് വട്ടില്ല നന്ദ, സത്യം. കുറച്ചു വട്ടുണ്ടായിരുന്നു, അത് താഴെ ഇരിക്കുന്ന ഗിരീഷ് ഡോക്ടർ ചികിത്സിച്ചങ്ങ് മാറ്റി. ആ കക്ഷി ഗിരീഷ് മാഷ് 2 തരത്തിൽ എന്നെ രക്ഷിച്ചേ. അന്ന് മരിക്കാൻ കിടന്നപ്പോ എന്റെ ജീവൻ രക്ഷിച്ചു. ഇന്നിപ്പോ എന്റെ മനസ്സും. ഇപ്പൊ എനിക്ക് ദേവികയോട് ഒരു ദേഷ്യവുമില്ല. ഇനി അവളോട് ഒരിക്കലും ശത്രുത കാണിക്കില്ല. കഴിഞ്ഞതൊക്കെ എല്ലാരും മറക്കണം. ഞാൻ മറന്നു കഴിഞ്ഞു. ഇനി നീ പറ, നീ എന്താ പറയാൻ തുടങ്ങിയത്? അത് ഇല്ല, ഒന്നുമില്ല. നീ പറഞ്ഞെന്താ? നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കും, അനുസരിക്കും. അത് മീര പറഞ്ഞെന്താ? ഇല്ല, ഒന്നുമില്ല. പിന്നീടാവട്ടെ, ഞാൻ പറയാം. എനിക്കറിയാം, നിന്നെ ഞാൻ മനസ്സിലാക്കണം, കൂടുതൽ കൂടുതൽ സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം. അതൊക്കെയല്ലേ? ഗിരിയോട് ഞങ്ങൾ എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. മീരയെ പുതിയൊരാളാക്കി തിരികെ എത്തിച്ചതിന്. അയ്യോ സാറേ, അങ്ങനെയൊന്നും പറയണ്ട. ഞാൻ ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി കുറച്ചേരം സംസാരിച്ചു, അത്രേ ഉള്ളൂ. നല്ല സംസാരത്തിലൂടെ നമുക്കെളുപ്പം ഒരാളെ സ്വാധീനിക്കാൻ പറ്റും. സംസാരവും പെരുമാറ്റവുമാണ് ഒരാളുടെ വ്യക്തിത്വത്തിന്റെ അടയാളം.